Good morning. Morning, ma'am. Yes. Good morning. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു. സോ നല്ലൊരു ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തിയില്ലേ? റെഡി അല്ലേ ഇന്നത്തെ സെഷനിലേക്ക്? റെഡി. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക. അപ്പൊ നമുക്കറിയാം സൺഡേ സെഷൻ EFT കോഴ്സ് ചെയ്തവര് അവരുടെ ഹീലിംഗ് ജേർണി എക്സ്പീരിയൻസ്, അവരുടെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സെഷനാണ്. സോ നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് ഉമൈവ മാം ആണ്. ഉമൈവ മാം, are you there? Good morning, ma'am. Yes, good morning. So okay, മാമിന്റെ മ്യൂട്ട് അല്ലേ? Okay. Good morning, ma'am. യെസ്, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നത്തെ സെഷനിലേക്ക് മാമിനെ വെൽക്കം ചെയ്യാണ്. സോ മാം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? Okay, thank you, ma'am. Yeah. എൻ്റെ പേര് ഉമ്മൈവ. ഞാന് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഷൊർണൂരാണ് താമസിക്കുന്നത്. വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികള്. ഞാനൊരു കോളേജില് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. മാമിന്റെ ക്യാമറ ഒന്ന് സ്ട്രേറ്റ് ആക്കുക, ഇതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട്. Okay, okay. ഓക്കെ. Okay. Okay. അപ്പോ മാം ഏത് ബാച്ചിലായിരുന്നു? ഞാൻ ബാച്ച് 5 ആണ്. ഓക്കെ. അപ്പോ മാം ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ മാം എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാന് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ്, കോഴ്സ് കഴിഞ്ഞപ്പോ കിട്ടിയ വേർഡ്സ് ആണ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ. കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉള്ള ആളായിരുന്നു. അപ്പൊ നമ്മുടെ കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഫാമിലിയിലായാലും ഒക്കെ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളുടെ മനസ്സിൽ എന്താണോ അത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ അവരും എന്നോട് ഇങ്ങനെ പെരുമാറണം, അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ചിന്ത. അപ്പൊ അത് നമ്മള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു നോളജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു സെക്കൻഡ്, സോറി മാം. ഇറ്റ്സ് ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് ഇങ്ങനെ ഒരു നോളജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഓരോ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ആയാലും നമ്മൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലിട്ട് എല്ലാ ദിവസവും ഇതിന്റെ ചെയിൻ റിയാക്ഷൻ എന്നുള്ള പോലെ അടുത്ത ദിവസവും ഇത് തന്നെ അങ്ങനെ വന്ന് പിന്നെ ഏതെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നുണ്ടായ കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരും. അപ്പൊ വീണ്ടും നമ്മൾ ഡൗൺ ആവും. അപ്പൊ അങ്ങനെ ഭയങ്കര പ്രഷറൊക്കെ കൂടും ചില സമയങ്ങളിൽ. പിന്നെ ഇതുപോലെ കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്തിട്ട്, സ്ട്രെസ് ആണെന്നൊന്നും അപ്പൊ അറിയില്ല, അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പോകുമ്പോ കുഴപ്പമുണ്ടാവില്ല, വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് ഉറക്കം വരുന്ന പോലെയാവും, കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോവും. അപ്പം പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു രക്ഷയില്ല, ഭയങ്കര ഉറക്കം വരുവാനെ കണ്ണങ്ങനെ അടഞ്ഞ് നമ്മൾ ഭയങ്കര ടയേർഡ് ആവും.
അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലാണെന്നുണ്ടെച്ചെങ്കിൽ കുട്ടികളോട് ഇങ്ങനെ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ആ ദേഷ്യം മുഴുവൻ കുട്ടികളോടാണ് നമ്മൾ തീർക്കുക. അവര് ചീത്ത പറയും, പിന്നെ അവരെന്തെങ്കിലും വലിച്ചു വാരിച്ചിട്ടുണ്ടെച്ചെങ്കിൽ അവരെ അടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറായിരുന്നു. ക്യാരക്ടർ പറഞ്ഞാൽ നമുക്കറിയില്ല എന്താണ് ഇത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ കോളേജിലായാലും അവര് പേഴ്സണലി എല്ലാവരും ഇതേപോലെ കുറെ ട്രോമാസ് ഒക്കെ അനുഭവിച്ചവരാണെന്നോ നമുക്കറിയില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു ഒരു അവയർനെസ് പോലും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് എന്താണോ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം എന്താണോ അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ഭാഷയായിരുന്നു. അവരെന്താ അങ്ങനെ ചെയ്യണേ, അങ്ങനെ അവർ ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. പിന്നെ അതിങ്ങനെ കൊണ്ടു നടക്കുക പറഞ്ഞാൽ നമുക്കത് ലെഗോ ചെയ്യണം എന്നുള്ള നോളജ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിങ്ങനെ ക്യാരി ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് ഷാഫി സാറുടെ ഈ ഒരു ഇത് ഫേസ്ബുക്കിൽ കാണുന്നത്. ക്ലാസ് മീൻസ് ഇങ്ങനത്തെ ഒരു സംഭവം ഫേസ്ബുക്കിൽ കണ്ടപ്പം ഞാനത് വാട്സപ്പിൽ ജോയിൻ ചെയ്തു. വാട്സപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പം പിന്നെ കുറച്ച് ദിവസം ഞാൻ ജോയിൻ ചെയ്തില്ല, അതിപ്പോ ഇനി എന്താവോ എന്നുള്ള ഒരു ഇതിൽ ജോയിൻ ചെയ്തില്ല. പിന്നെ വീണ്ടും ഇതേപോലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നൊരു ദിവസം ഞാൻ വെറുതെ രാവിലെ എണീറ്റിട്ട് ഈ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം 2 മാസം ഞാൻ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് സാറ് ക്ലാസ് എടുക്കുന്നത്, ദെൻ നമ്മുടെ സ്റ്റുഡൻസ് പറയുന്ന ഇറ്റ്സ് മീ റിയൽ മീല് പറയുന്ന കുറെ കാര്യങ്ങള് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ കേട്ട് കുറച്ച് കഴിഞ്ഞ പിന്നെ ഡിസംബർ 23-ാം തീയതിയാണ് 5th ബാച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5th ബാച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് എന്നെ അസ്മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പൊ മാം വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ മാമിനോട് അങ്ങനെ പറഞ്ഞപ്പോ ശരിയാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോഴ്സില് പിന്നെ മാമ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുൻപ് തന്നെ എനിക്കിത് ആവശ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് എന്താണ് ഇവിടെ ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. കോഴ്സിന്റെ ടൂൾസ് അറിയില്ല. മീൻസ് എല്ലാവരും പറയും ഇത് അനുഭവിച്ചറിഞ്ഞാലാണ് ഇത് കിട്ടും, ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്താലാണ് ഇതിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല ശരിക്കൊരു മിറാക്കിൾ ആണ് എന്നിങ്ങനെ ഇറ്റ്സ് മീ റിയൽ മീലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഞാന് കൺസേൺ ഉണ്ടായിരുന്നോ ഇങ്ങനെ ജോയിൻ ചെയ്ത ഇത് എനിക്ക് വർക്ക് ആവോ, എന്തെങ്കിലും ഡൗട്ട്സ് ഫിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇഷ്ടം അത് ശരിക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് കോഴ്സ് ഫീ ഉണ്ടായിരുന്നത് ഒരു 9,000 ആണോ 10,000 റേഞ്ച് ആണ് അന്ന് വരുന്നത്. അപ്പൊ ഞാന് എപ്പോഴും എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരോടെങ്കിലും ഇത് പറയണം, എന്ത് പ്രശ്നം ഉണ്ടായാലും. അപ്പൊ ഞാനിത് പറയുന്നത് എന്റെ മോളോടാണ്. മോളിപ്പോ 9th-ലാണ്. അപ്പൊ മോളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അവൾക്കും കൂടി ഈ ട്രോമ കിട്ടുകയാണ്. അപ്പൊ കുട്ടിക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ കേട്ടിട്ട് ഒരു ദിവസം മോളോട് പറഞ്ഞു എനിക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മോള് പറഞ്ഞു ഇമ്മ ജോയിൻ ചെയ്തോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെച്ചിട്ട് ഡിസംബർ 23-ാം തീയതി ആയി. അപ്പോഴേക്കും അസ്മാ മാം വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ചുമയാണ്, നല്ല ചുമയാണ്, മുണ്ടിയ ചുമയാണ്, നല്ല ക്ഷീണമുണ്ട്, പനിയുണ്ട്. അപ്പൊ മാമ് ശരി അടുത്ത വിളിക്കാം എന്നൊക്കെ പറയും. മാമ് കൗൺസിൽ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ എനിക്ക് പിന്നെ ഡിസംബർ 23-ാം തീയതി അന്ന് രാവിലെ ഇതേപോലെ ക്ലാസ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണോ വേണ്ടേ അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മണി ഒക്കെ ആയപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പൊ ഫീൽ ചെയ്തു എനിക്കത് അതിന് മുന്നേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹസ്ബൻഡിനെ കൂട്ടി ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോണം
എന്നാലാണ് നമ്മുടെ ലൈഫ് സെറ്റിൽ ആവുള്ളൂ. മീൻസ് ഒരു കാം ആവുള്ളൂ. അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിൽക്കണതിന്റെ ഇടയിലാണ് ഇനി ശരി നമുക്ക് വേണ്ടിയിട്ടല്ലേ, ഓക്കെ നമുക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫീ അടയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ നമുക്ക് സാറ് ക്ലാസ് എടുക്കണല്ലോ. മാം ഫസ്റ്റ് ഡേ ഇത് ക്ലാസ് എടുക്കണം. ഡൗട്ട് ഒന്നും ചോദിക്കട്ടെ. ഇപ്പൊ ഇത് ചെയ്യുന്നതിന് പിന്നെ മാം പറഞ്ഞു ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ ഒരു ഇല്ല business? ഇല്ല 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 ഇല്ല. ആ കാരണം പ്രോബ്ലംസ് ഏതൊക്കെ ഏരിയാസ് ആണ് മാമിനെ കൂടുതൽ അഫക്ട് ചെയ്തത്? ഹെൽത്ത് ആണോ, റിലേഷൻഷിപ്പ് ആണോ, വെൽത്ത്? ഏത് ഫീൽഡിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്? എനിക്ക് റിലേഷൻഷിപ്പിൽ ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ ഇങ്ങോട്ട് എഫക്ട് ചെയ്യും. വെൽത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വെൽത്തിന് കുഴപ്പമില്ല പറഞ്ഞാല് എന്റെ മനസ്സിൽ ജീവിക്കാനുള്ള കാശ് അതെനിക്ക് അതുണ്ട്. അല്ലാതെ റിച്ച് ആവണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പൈസ അധികം വേണം അങ്ങനത്തെ ഒരു ഫീലിംഗ്, അതിൽ വെച്ച് നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ജീവിക്കാം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് എന്താണ് നമുക്ക് റിച്ച് ആവാം. അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, യൂണിവേഴ്സിൽ നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളൊരു ഇത് വരുന്നത്. അതുവരെ നമുക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ട്, ആരോട് ചോദിക്കൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിന് കാശുണ്ട്, അതെനിക്ക് ജോലി ചെയ്താൽ കിട്ടുന്നത് അത് മതി. എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അതായത് ഇപ്പൊ വീട് പണി ഞങ്ങൾ അന്ന് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളിപ്പോ പുതിയ വീട് വെച്ച് ഈ ഡിസംബറിൽ വീടിയിരുന്നു. ഇതിന് മുന്നത്തെ ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അന്നൊക്കെ ഈ കോഴ്സ് വീട് പണി ഇങ്ങനെ പതിയെ കാശില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ മടി, മീൻസ് അതിനങ്ങട് 4.5 വർഷം എടുത്തു വീട് പണി പൂർത്തിയാക്കാൻ. പിന്നെ കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്താൽ പോരാ, നമുക്ക് വേണ്ടതൊക്കെ അപ്പുറത്തുനിന്ന് ഇത് കിട്ടും, ഹെൽപ്പ് കിട്ടും, അപ്പൊ നമ്മളത് പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വരുന്നത്. എനിക്ക് റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു ശരിക്കും. റിലേഷൻഷിപ്പ് എന്റെ ഹെൽത്തിനെ നന്നായിട്ട് എഫക്ട് ചെയ്തു. എനിക്ക് ഒരു പ്രഷർ വരും. പ്രഷർ പറഞ്ഞാൽ ഭയങ്കര തലവേദന വരും. ഹൈ പ്രഷർ ആവും ചില സമയങ്ങളിൽ. പിന്നെ HB കുറവായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അപ്പൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ. പക്ഷെ ഈ ഒരു EFT ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നല്ല ചുമ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇപ്പോ ചെയ്യുന്നതിന് മുന്നേ. അതില് സെയിം ഈ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴും അതിലെന്തെങ്കിലും ചേഞ്ചസ് കണ്ടിരുന്നോ? അത് ഞാന് ഏകദേശം നമ്മുടെ ഷാഫ്സാറുടെ ഒരു 12 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് നമുക്ക് ചിലപ്പോൾ വീഡിയോയിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ചുമ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഈ കോഴ്സ് നമ്മള് ചെയ്യുമ്പോൾ എന്റെ ഹസ്ബൻഡിനൊന്നും അറിയില്ല ഞാനിങ്ങനെ ഒരു കോഴ്സിന് ഇങ്ങനെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആവശ്യമാണ്. അപ്പം ഇവരെന്ത് പറയുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 2-3 ദിവസമൊക്കെ നമ്മൾക്ക് ഇവർ കാണുമ്പോ ഇനി ചീത്ത പറയുമോ എന്നൊക്കെ ആയിരുന്നു. പിന്നെ അത് അങ്ങോട്ട് നോർമലായി. ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നു എന്നുള്ള ഇതിൽ അങ്ങനെ പോയി. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ചുമക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ എന്നുള്ളതിലൊന്നും എനിക്കൊരു ഓർമ്മയില്ല. കാരണം അതിന്റെ അപ്പുറത്ത് വേറെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടേ. അപ്പൊ ആ 12 days ഷാഫി സാറിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? ഒരു ഫസ്റ്റ് 2 ഡേ നമുക്ക് ആ ഒരു അവയർനെസ് ആണ്, നമ്മുടെ തോട്ട് പ്രോസസ് ആണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഫൈറ്റ് മൂഡ് അങ്ങനെ വരുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങള്. ഇത് കഴിഞ്ഞിട്ട് സാറ് 3-ാമത്തെ ദിവസമാണ് തോന്നുന്നു എനർജി മെഡിസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഹീൽ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനു മുൻപ് നമ്മൾ മോർണിംഗിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാറോട് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ഒന്നും ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങ് ഫീൽ ചെയ്യാൻ പറ്റണില്ല എന്നുള്ളത്. നമുക്ക് കുറെ തോട്ട്സ് വരുന്നു. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ നമുക്കത് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
അപ്പോഴാണ് സാർ ഇങ്ങനെ കോഴ്സിനെ കുറിച്ച് കോഴ്സ് ചെയ്യുന്നവർക്ക് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജോയിൻ ചെയ്തത്. അപ്പം ഒരു മൂന്നാമത്തെ ദിവസം സാറ് ഹീലിംഗ് ഹീലിംഗിന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ നമുക്കത് ഫീൽ ചെയ്യണില്ല. അപ്പൊ ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു ബാച്ചിലൊരു സാജിദ മാം ഉണ്ടായിരുന്നു. സാജിദ മാം പറഞ്ഞു, എന്റെ 10,000 രൂപ പോയി എന്നാ തോന്നുന്നു സാറേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ആ മാം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാനും പറഞ്ഞു, എന്റെ 10,000 പോയി എന്നാ തോന്നുന്നു സാറേ, എനിക്കിതൊന്നും ഫീൽ ചെയ്യണില്ല. അപ്പൊ സാറ് പറഞ്ഞു, നമുക്കത് വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്നല്ല വെയിറ്റ് ചെയ്യാം, പക്ഷെ അത് നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5ാമത്തെ ദിവസം ശരിക്കത് നമ്മളെ ഹീലിംഗ് എന്നുള്ളത് എന്താന്ന് നമ്മൾക്ക് ശരിക്കും ഫീൽ ചെയ്തു. ശരിക്കും ആ ഒരു കയ്യിലുണ്ടാവുന്ന ആ എനർജി പോലും കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അന്ന് തന്നെ അപ്പൊ മുതൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതുണ്ടല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, അതായത് ശരിക്കും നമുക്ക് സാറോടൊപ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആ നിമിഷം നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി അങ്ങോട്ട് ശരിക്കും നമുക്കത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് പറയുമ്പോ അത്ര ഇത് വരുന്നില്ല. അന്നാ ക്ലാസ്സിലൊക്കെ സാറ് കരയാൻ, നിങ്ങൾക്ക് എന്താണോ ഫീലിംഗ് ആ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കരയാൻ വന്ന കരഞ്ഞോ എന്നൊക്കെ ഉള്ളത്. ഞാനൊക്കെ കുറേ കരഞ്ഞിട്ടുണ്ട് ആ ഒരു സാറിന്റെ ആ ഹീലിംഗ് സെഷൻ, മീൻസ് ആ 12 ദിവസത്തെ ക്ലാസ്സിൽ ശരിക്കും കരയോ. 12 ദിവസത്തെ ക്ലാസ്സിലല്ല, ഞാനൊരു 3 മാസം വരെ ശരിക്കും ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അതിൽ വെച്ച് നമ്മുടെ ഈവനിങ്ങിലുള്ള പ്രാക്ടീസ് ടൈമിൽ ശരിക്കും നമുക്ക് നെഞ്ചു പൊട്ടിക്കരഞ്ഞു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് സാറെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മെന്റേഴ്സിന്റെ ഇത് ഹെൽപ്പ്, പിന്നെ ഈ ഒരു പ്രാക്ടീസ് സെഷൻ, ഈവനിങ്ങിൽ വരുന്ന പ്രാക്ടീസ് സെഷൻ ഒന്നും മിസ്സാക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്കൊക്കെ കുറെ ട്രോമാസ് എന്ന് പറയുമ്പോൾ ആ ഒരു അവയർനെസ് കിട്ടിയതിന് ശേഷം ഇത് കൊണ്ട് നടക്കാതെ പെട്ടെന്ന് ഹീൽ ചെയ്ത് കളയണം എന്നായിരുന്നു. ഞാൻ 5 ദിവസമൊക്കെ കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു ഹീലിംഗ്. എന്റെ മനസ്സിലുണ്ടായിരുന്ന 30 ദിവസം മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനി നമുക്കത് മുഴുവനായിട്ട് ചെയ്തില്ലെങ്കിൽ പാതി വഴിയിലാവില്ലേ എന്നായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അത് അമേസിംഗ് ആണ്. മാം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ, സോ അതിൽ മെയിൻ ആയിട്ട് മാമിന് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയ പ്രാക്ടീസ് ഏതായിരുന്നു? സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എന്താണ് മാമിന്റെ ഒരു എക്സ്പീരിയൻസ് അത് ചെയ്യുമ്പോൾ? സെൽഫ് ലവ് ഇപ്പൊ ഞാന് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് പ്രാക്ടീസിനേക്കാൾ ഉപരി എന്റെ മനസ്സിന്ന് വരും. ഇപ്പൊ സാറ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ടൈമില്, നിങ്ങൾക്ക് കടയിൽ പോയ സാധനം ഒരാൾ നിങ്ങൾ കാശ് കൊടുത്തിട്ടാ തരുന്നെങ്കിലും നിങ്ങളൊന്ന് താങ്ക് യു പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി വരുമെന്ന്. പക്ഷെ ഇപ്പൊ ഓരോ നിമിഷം നമുക്ക് എന്ത് കിട്ടുമ്പോഴും അതിന് ശരിക്കും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. അത് പണ്ട് നമ്മൾ അൽഹംദുലില്ലാ പറയും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയും, എന്തെങ്കിലും കിട്ടുമ്പോൾ അതായത് ചെങ്ങ പ്രാർത്ഥിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ പറയും. പക്ഷെ മനസ്സറിഞ്ഞിട്ടല്ല. എന്തിന് അൽഹംദുലില്ലാ എന്ന് നമ്മൾ ഫീൽ ചെയ്യണേ ഇല്ല, വെറുതെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വലി എനിക്ക് നിസ്കരിക്കാനൊക്കെ നിന്ന കുറേ തോട്ട്സ് വരും. ആ സമയത്ത് വെറുതെ ഇരിക്കുമ്പോ വരാത്ത എല്ലാ സാധനങ്ങളും ആ സമയത്താണ് വരിക. ചിലപ്പോ നിസ്കരിക്കുന്ന സമയത്ത് എത്ര റക്അത്ത് ആയി എന്ന് പോലും ഇതില്ലാതെ പിന്നെ ഇതാക്കലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് അതൊക്കെ കറക്റ്റ് ആയിട്ട് മാറി. ഇപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഇതാവേണ്ട വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ വരും. നമ്മൾ കറക്റ്റ് നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മൾ നന്ദി പറയാം. ഞാൻ നന്ദി പറയാൻ പഠിച്ചത് സാറിന്റെ ക്ലാസ്സിന് ശേഷം. പിന്നെ സെൽഫ് ലവ് എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. സാറായാലും പിന്നെ എനിക്ക് താഹിറ മാമിന്റെ സെൽഫ് ലവിന്റെ ഒരു ഇതുണ്ട്. നമുക്ക് നമ്മളെ കുറിച്ച് നമ്മൾക്ക് ഹൃദയം തന്നത്, അങ്ങനെ ഒരു നമ്മുടെ സെൽഫ് ലവ് നമ്മൾക്ക് ഉണ്ടാക്കാൻ ആ ഒരു ഫസ്റ്റ് മാമാണ് എനിക്ക് ആ സെൽഫ് ലവിന് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ആ സമയത്ത് ഇത് ഇപ്പോഴും ചെവിയുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ വേർഡ്സ് വരും. ഈ എല്ലാവരോടും അനശ്വരമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വേർഡൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് സെന്റൻസുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. എന്തെങ്കിലും
പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ശാലിനി മാമിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഹീലിംഗ്, അതൊക്കെ അങ്ങനെ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഫോർഗീവ്നെസ്സും ഉണ്ട്. ഫോർഗീവ്നെസ് പറയുമ്പോഴേ ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോർഗീവ് ചെയ്യും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് മനുഷ്യര്. അവരെന്തെങ്കിലും ചെയ്ത എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അതിനൊന്നുമില്ല. പക്ഷെ അടുത്ത് എന്തെങ്കിലും അതേ സെയിം പ്രോബ്ലം അതല്ലെങ്കിൽ അയാളുടെ തന്നെ വേറൊരു പ്രോബ്ലം വരുമ്പോ നമ്മുടെ മനസ്സിൽ വീണ്ടും ഈ സാധനം ട്രിഗർ ചെയ്ത് വരും. അപ്പൊ അതിനർത്ഥം നമ്മൾ ഫോർഗീവ് ചെയ്തിട്ടില്ല, നമ്മുടെ മൈൻഡ് കാമല്ല എന്നാണ്. അപ്പൊ മാമിന് കുറെ അവയർനെസ് കിട്ടി. നമ്മൾ മുന്നേ കോൺഷ്യസ്ലി ഇല്ലാന്ന് വിചാരിച്ച കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത് എന്നുള്ള ഒരു അവയർനെസ് കിട്ടിയിട്ട് അത് ഡീപ്പായിട്ട് കോൺഷ്യസ്ലി ഹീൽ ചെയ്യാൻ സാധിച്ചു അല്ലേ? അതെ. പിന്നെ മാം പറഞ്ഞിരുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു. നമ്മൾ എന്താണോ കൊടുത്തത് അത് മറ്റുള്ളവർ അവരുടെ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതേപോലെ അവരുടെ നിന്നും കിട്ടണം എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു. അതിനെന്ത് പറ്റി? എന്തെങ്കിലും ചേഞ്ചസ് കണ്ടിരുന്നോ? അയ്യോ, ഇപ്പൊ അൺകണ്ടീഷണൽ ലവ് ആണ് ശരിക്കും. ഇപ്പൊ അൺകണ്ടീഷണൽ ലവ് ആണ്. ഇപ്പൊ നമ്മൾ കോളേജിലാണെച്ചെങ്കിലും എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരു സാധനം കൊടുത്താൽ അവര് കുറച്ച് ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കും, എല്ലാവരോടും ഭയങ്കര ഇതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് അവര് തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവില്ലേ എന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വിഷമമല്ല, കൊടുത്തത് തിരിച്ചു കിട്ടണം എന്ന് പ്രതീക്ഷിക്കുമ്പോഴല്ലേ, ആ ഒരു പ്രതീക്ഷ വേണ്ട, നമ്മള് സ്നേഹത്തോട് കൊടുക്കുക. ആ സ്നേഹത്തോടെ കൊടുക്കുന്നതാണ് നമ്മുടെ സന്തോഷം. ആ സ്നേഹത്തോടെ അതേപോലെ അവർ തിരിച്ചു തരണം എന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം അവർക്ക് ഈ അവയർനെസ് ഇല്ല, നമുക്കുള്ള അറിവ് അവർക്കില്ല. അപ്പൊ അവർക്ക് അതിനുള്ള അറിവുമില്ല. അവര് ഷാബ് സാറ് പറയുന്ന പോലെ അവര് വേദനിക്കപ്പെട്ടവരാണ്. അവരാ വേദന, അവരുടെ അവയർനെസ്സിൽ എന്താണോ അത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ഫീലിംഗിൽ നമ്മൾ വിടാം. ശരിക്കും ഇപ്പൊ നമുക്ക് ഒരാളുടെ ഇന്നത് കിട്ടണം എന്നുള്ളൊരു ഫീലിങ്ങോ അല്ലെങ്കിൽ കിട്ടാത്തതിൽ വിഷമോ വരില്ല, എന്ത് കാര്യമായാലും. ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ നമ്മുടെ അത്രയും റിലേറ്റഡ് ആയ പേഴ്സൺസിന് അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്പൊ ഓട്ടോമാറ്റിക്കലി വരും. അവർക്ക് അതിനുള്ള അറിവില്ല. നമ്മളിപ്പോ അറിവുള്ളവരല്ലേ അപ്പൊ അതിന് അവെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഗോ. ലെറ്റ് ഗോ ചെയ്യാൻ പഠിച്ചു. അതൊരു വലിയ നേട്ടമാണ്. ആ ഒരു അവരോടുള്ള റിവെഞ്ച് പകയൊക്കെ വിട്ട് കളഞ്ഞ് അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ അൺകണ്ടീഷണലി ലവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു നേട്ടമാണ്. സോ ഹാപ്പി ഫോർ യു. പിന്നെ ഈ ഒരു കോഴ്സ് ചെയ്തപ്പം മാമിന് പെട്ടെന്ന് തോന്നിയ ഉള്ളിൽ ഒരു ചേഞ്ച് ഉണ്ട്, അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് അവർക്കൊക്കെ മാമിന്റെ ചേഞ്ചസ് എങ്ങനെയാണ് മനസ്സിലായി തുടങ്ങിയത്? അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയിരുന്നോ? ശരിക്കും ഈ കോഴ്സ് ചെയ്തത് ഇപ്പൊ എന്റെ വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കള് അങ്ങനെ അറിയുള്ളൂ. എന്റെ വീട്ടിലുള്ള മീൻസ് എന്റെ ഫാമിലി അവർക്കൊന്നും അറിയില്ല. പക്ഷെ എന്റെ മോൾക്കും മോനും ശരിക്കും ഇപ്പൊ മോന് ഇടയ്ക്ക് ഇപ്പൊ വൈകിട്ട് ഷാബി സാറെ ക്ലാസ് ആണെങ്കിൽ പോലും ആ ഫോൺ വാങ്ങിയിട്ട് പോവും, ഷാബി സാറെ കാണട്ടെ പറഞ്ഞിട്ട്, ഷാബി സാറുടെ ക്ലാസ് കേൾക്കട്ടെ പറഞ്ഞിട്ട്. ശരിക്കും അത് എന്റെ മോൾക്കും മോനുമാണ് അത് കറക്റ്റായിട്ട് ശരിക്കും ഫീൽ ചെയ്തത്. കാരണം നമ്മൾ കാണിക്കുന്ന എല്ലാ ദേഷ്യവും അവരുടെ മുകളിലായിരുന്നേ. അപ്പം അവർക്കത് ആ ഒരു സ്നേഹത്തിന്റെ ഇത് തിരിച്ചു കിട്ടുമ്പോഴല്ലോ. അപ്പം പിന്നെ ഉള്ളത് നമ്മൾ പുറത്ത് പോയി ഇപ്പൊ കോളേജിലാണെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ മാത്രമേ എടുക്കുള്ളൂ പുറത്തേക്ക്. എന്നിട്ട് നമ്മുടെ ചീത്ത സ്വഭാവം വരുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലാണ്. അപ്പം അത് ശരിക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കാണ് അതിന് കാര്യം മനസ്സിലാവുക, ഈ ഒരു ഇങ്ങനത്തെ ഒരു മാറ്റം എന്നുള്ളത്. പിന്നെ എനിക്ക് ചില സമയങ്ങളിൽ EFT ചെയ്യുന്നതിന്റെ മുന്നേ ഒരു പീരീഡ്സ് ആവണേന്റെ ഒരു 2-3 ദിവസം മുന്നേ ഭയങ്കര ദേഷ്യം വരും, മേലുവേദന, ഭയങ്കര ടയേർഡാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആ സമയമാകുമ്പോ ഞാൻ മക്കളോട് പറയും, നിങ്ങൾ ഇന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, നിങ്ങൾ ശല്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താനാണ്. പക്ഷെ ഇപ്പോ ഈ EFT ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല.
ദേഷ്യം വരെ അതിൽ ചില സമയത്ത് ചൂടൊക്കെ ആകുമ്പോൾ ടയേർഡ് ആവുന്നല്ലാണ്ട് അതൊക്കെ ശരിക്കും നമ്മുടെ താഹിറ മാം ആയിരുന്നു എന്റെ മെന്റർ. താഹിറ മാം അതിനോട് പറഞ്ഞ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അത് ഹീൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തന്ന് കറക്റ്റ് ആയിട്ട് അത് ചെയ്തു തന്നു. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫൊക്കെ ഇങ്ങനെ പറയാം മൂഡ് സിംഗ് ആണ്, എനിക്ക് ഇതേപോലെ ഒരു മൂഡ് സിങ്സ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇപ്പൊ മൂഡ് സിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാന്ന് ഫീൽ ചെയ്യും എനിക്ക്. അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഒരു ഇതുമില്ല, ഭയങ്കര കാമായി. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഒന്നും സന്തോഷം ഫീൽ ചെയ്യില്ല. എപ്പോഴും ഇങ്ങനെ ആ ഒരു ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് ഓരോ നിമിഷം ചില സമയത്ത് ഞാൻ ഹാപ്പി ആയിരിക്കും എന്റെ ഉള്ളിൽ. ഞാൻ അതിന്റെ കറക്റ്റ് ഇപ്പൊ ഒരു മാവിൽ കുറെ മാങ്ങ നിൽക്കണ കണ്ട, ഒരു ചക്ക നിൽക്കണ കണ്ട, അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഫീൽ ചെയ്യും. അത് പക്ഷെ ഞാൻ ചിലപ്പോൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് വളരെ കുറവാണ്, അതിപ്പോഴും കുറവാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര എന്ത് സാധനത്തിന് എന്തിനും ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് EFTക്ക് ശേഷമാണ്. അത് എന്ത് ചെറിയ കാര്യത്തിനായാലും അത് ശരിക്കും ഹാപ്പിനെസ് വരുന്നത് നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോഴാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ഹാപ്പിനെസ് വരുന്നത്. അത് നമുക്ക് മറ്റുള്ളവരെ കാണാൻ ഇവർ ഹാപ്പി ആണോ എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഹാപ്പി. ഇതിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ്, നമ്മളെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പുറത്തുള്ളവർക്ക് അത് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ഉള്ളിൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പീസ്, ഹാപ്പിനെസ് എല്ലാം നല്ല ഡീപ്പായിട്ട് തന്നെ ഇന്റൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ മാം ഹെൽത്ത് വൈസ് എങ്ങനെ ആയിരുന്നു? എല്ലാം ഓക്കെ ആയിത്തീരുന്നോ? പ്രാക്ടീസസ് ഒക്കെ ചെയ്തപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞിരുന്നു, ബീപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? അതൊക്കെ റെഡിയായി. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നത് ഈ HBയും പിന്നെ HBയുടെ കൗണ്ട് കുറവും പ്രഷറിന്റെ ഒരു ഇതുമാണ്. അത് രണ്ടും നമ്മുടെ ഒരു EFT ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ എനിക്ക് ഒരു തവണയാണ് പ്രഷറിന്റെ പ്രശ്നം വന്നത്. അത് കഴിഞ്ഞ നമ്മുടെ ഹജ്ജ് പെരുന്നാളിന്റെ ടൈമില് നമ്മുടെ വീട് പണിയുടെ ഒരു ഇത് കംപ്ലീറ്റ് ആവാത്തതിന്റെ ഒരു ഇതിൽ വന്നപ്പോ അത് കറക്റ്റ് ആയിട്ട് അത് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് എന്റെ വീട്ടിലേക്കോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കോ ജസ്റ്റ് ഒന്ന് മാറിയാല് ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് മൂവ് ചെയ്താല് എനിക്കത് കറക്റ്റായി. ഒറ്റ പ്രാവശ്യമാണ് പിന്നെ എനിക്ക് ആ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ട്. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് ടൈമില് അപ്പൻഡിക്സിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു അടിയിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഒരു വേദന വന്ന് ഡോക്ടറെ കാണിച്ചപ്പോ അപ്പൻഡിക്സ് ആണ്, അതിപ്പോ തന്നെ സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മൗലാന ഹോസ്പിറ്റലിൽ വീണ്ടും ഒരു ഇതിന് വേണ്ടി പോയപ്പം അവിടുന്ന് അത് തന്നെ പറഞ്ഞത്. അപ്പം ചെയ്യണോ വേണ്ടെന്നൊക്കെ പറഞ്ഞു വന്നത്. പക്ഷെ എന്തോ ഞാനത് EFT ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഒരു വേദന ഇല്ല. എന്നാലല്ലേ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഇവര് പറഞ്ഞ ഒരു ആന്റിബയോട്ടിക് തരാം, ചിലപ്പോ അതോടും കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കേ വരുള്ളൂ എന്നൊക്കെ. പക്ഷെ എനിക്കത് വേണ്ട. ഞാൻ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്ത് അതങ്ങ് ഹീൽ ചെയ്ത് കളഞ്ഞു. ഒരു കോൺഫിഡൻസ് കിട്ടില്ലേ സ്വയം? എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഈ ഒരു സംഭവം മതി നമുക്ക് ആയിട്ട് ജീവിക്കാനും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് ഷോൾഡറിൽ ഒരു പെയിന്, അതെനിക്ക് അങ്ങനെ നെഞ്ചിലേക്ക് വരും. ഞാൻ ഒറ്റയ്ക്കാണ് പോയി സ്കാൻ ചെയ്യുന്നതും. നമുക്കൊരു കൂടെ മീൻസ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാനൊന്നും ഇതൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഇതിന്റെ മുന്നേ അത് ഹീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് പോവുക. എനിക്കതിന്റെ മീൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിക്ക് വേണ്ട, ഇതിൽ എക്കോ ചെയ്യണം. പിന്നെ എനിക്ക് ഹാജറാമിന്റെ ഒരു മോർണിംഗ് ക്ലാസ് ഉണ്ടാവാറുണ്ട് നമ്മൾ EFTക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ. ആ സമയത്ത് ഇങ്ങനെ പറയും നമുക്ക് വേണ്ടത് യൂണിവേഴ്സിലുണ്ട്, മറ്റുള്ളവരുടെ വിഷമം അത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ എടുക്കും, നമ്മൾ അതിലങ്ങോട്ട് സങ്കടപ്പെടും. അങ്ങനെയായിരുന്നു. അതൊക്കെ ഇപ്പൊ ഒരാൾക്ക് വയ്യ, അയാൾ മരിച്ചുപോയി പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങ് പോവുകയാണ്. അതപ്പോ മാമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമല്ല. വിഷമിക്കേണ്ട പറഞ്ഞാൽ അവരെ കൂടെ നിൽക്കണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്.
നമ്മള് വെറുതെ വിഷമിച്ച് നമ്മളെ ഹോർമോൺ ചേഞ്ച്, നമ്മുടെ പ്രഷർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതിലേക്കും നല്ലത് നമ്മൾ കൂടെ നിന്നിട്ട് നമ്മള് കറക്റ്റ് ആയിട്ട് സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വന്നാൽ എനിക്ക് വലിയ ടെൻഷനുകളൊന്നുമില്ല. ഓക്കെ. അപ്പൊ ആ കറക്റ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആ, ആയിട്ട് different. ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ വെരി ഗുഡ്. അതേപോലെ മാം പറഞ്ഞു മാമിന്റെ ഫിനാൻഷ്യലി കുറെ ഗോൾസുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഫിനാൻഷ്യലി ഇപ്പൊ നമ്മൾ താമസിക്കുന്നത്, നമ്മളിപ്പോ വീട് വാങ്ങിയിട്ട് തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്തൊരു ഓപ്പൺ വെല്ലുണ്ട്. ഞങ്ങൾ ഇവിടെ കുഴൽക്കിണറാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഓപ്പൺ വെല്ലുള്ള സ്ഥലം അതിങ്ങനെ കാണുമ്പോ ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കും അതിലേക്ക്. ഈ ഓപ്പൺ വെല്ലിലേക്ക് നോക്കും, വെള്ളമുണ്ട്, ഏത് വേനൽക്കാലത്തും വെള്ളമുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ അത് വാങ്ങണം എന്നുണ്ട്. പക്ഷെ നമ്മൾ വീട് വെച്ചോണ്ടിരിക്കുമ്പോ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് എന്തായാലും വിചാരിച്ചോടത്ത് നിൽക്കില്ല. ഞാനിങ്ങനെ ചെന്നിട്ട് എന്റെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ബ്രദേഴ്സ് കേൾക്കില്ല, ബ്രദേഴ്സ് വരുമ്പോ ഇവിടെ വരുമല്ലോ, അപ്പൊ അവരിങ്ങനെ വന്നിട്ട് നോക്കുമ്പോ അങ്ങനെ നോക്കും, അത് നല്ല സ്ഥലാ, കൊടുക്കുണ്ടാവോ അല്ലെ, ഇങ്ങനെ പറയും. ജസ്റ്റ് ഒരു ദിവസം എന്നോട് എന്റെ ചെറിയ ബ്രദർ പറഞ്ഞു, ഞാന് അതിനൊരു 8 ലാക്ക് നിനക്ക് തരാം. അപ്പൊ ഞാൻ വിചാരിച്ചു തമാശ പറയാണ്, വാങ്ങാണെച്ചങ്ങ് വാങ്ങിച്ചോന്ന്. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു ഞാനൊരു 4 കൂടി തരാന്ന്. അപ്പൊ ഞാൻ വെറുതെ ഉമ്മയുടെ പൈസ ഒന്നുമില്ല, പക്ഷെ അത് എങ്ങനെ പറഞ്ഞെന്നൊന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്തിന് കളിയാക്കാണോ ഞാൻ അത് നോക്കുന്നതിന് ചോദിച്ചു. എന്നോട് പറഞ്ഞു കളിയാക്കല്ല, എന്റെ അടുത്ത് കുറച്ച് പൈസ കൂടി കിട്ടിയ പൈസക്ക് ഞാൻ നിനക്ക് പൈസ തരാം, ചോദിക്കൊന്നും ചെയ്യാതെ നമ്മൾക്ക്. അങ്ങനെ നമ്മൾ അവരെ വിളിച്ച് ആ സംഭവം വാങ്ങിച്ചു. പക്ഷെ അതിന്റെ മുന്നേ ഞാൻ നമ്മുടെ സാറ് പറഞ്ഞിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം എനിക്ക് ഇങ്ങനെ കിട്ടിയതിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിൽ വന്ന ഒരു ഇതാണ്. നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായാലും നമുക്ക് ചോദിക്കാതെ കിട്ടുന്ന ഒരു പൈസ ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ചു പേർക്ക് കടം കൊടുത്തതൊന്നും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അപ്പുറത്ത് വേറെ ആളുകളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ട് നമുക്കറിയാം. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ചോദിക്കാതെ നമുക്ക് തരാൻ നമുക്ക് നമ്മുടെ അനിയന്മാരാണെന്നുണ്ടെങ്കിൽ പോലും അവര് മാരീഡ് ആണ്, അവർക്ക് വൈഫുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ കുറെ വേറെ കാര്യങ്ങളുണ്ടാവും. ഇനി അവർക്ക് കിട്ടിയത് കൊണ്ട് അവര് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. പക്ഷെ അതിന്റെ അപ്പുറത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്, അതൊക്കെ ശരിക്കും മിറാക്കിളാണ്. അതൊക്കെ നമ്മുടെ സാബി സാറിന്റെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതാ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് 2 പ്രാവശ്യം ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആയി. ഒരു പ്രാവശ്യം എന്റെ വണ്ടിയുടെ ടയർ പൊട്ടിയിട്ട് ഒരാളെ ഇതാക്കി. പക്ഷെ ആ സമയത്തൊക്കെ ആൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാല് അത് നമ്മള് മനസ്സറിഞ്ഞ് പറഞ്ഞ് നമ്മുടെ ദൈവത്തിനോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്ദിയാണ്. നമ്മൾ അവിടെ നമുക്ക് സാധനങ്ങൾ കേട് വന്നാൽ മാറ്റി വാങ്ങാം. ഒരു മനുഷ്യന് ഒന്നും പറ്റാത്ത ഒരു ഫീലിംഗ് വരുന്നില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫെബ്രുവരിയിൽ എന്റെ ഒരു സ്കൂട്ടർ നിർത്തിയിട്ട് സ്കൂട്ടറിലേക്ക് ട്രാവലറുകാരൻ വന്നിട്ട് തട്ടി. വണ്ടി മൊത്തം ട്രാവലറിന്റെ അടി പോയി, എനിക്കൊന്നും പറ്റിയില്ല. എനിക്ക് എന്നിട്ട് അത് ഒരാഴ്ചത്തോളം എനിക്ക് സങ്കടപ്പെടാനും വയ്യ, കരയാനും വയ്യ, ആരോടും പറയാനും വയ്യ. ഇവിടെ അറിഞ്ഞോ അനിയന്മാരോടൊന്നും പറഞ്ഞിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ നമ്മുടെ ഹീലിംഗ് ക്ലാസ്സിൽ ഹാജറ മാമിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അത് ഹീൽ ചെയ്ത് കളയണം, ഇങ്ങനെ ഒരു വിഷമം കാര്യങ്ങള്. പക്ഷെ അന്ന് ഞാനപ്പോ ആ സമയത്ത് ഹീൽ ചെയ്യാൻ എടുത്തത് അതായിരുന്നു. ആ ഹീലിംഗിൽ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞു. ആ ഒരു എന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഫീലിംഗ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ അത് ശരിയാവണില്ല. ഞാൻ ടാപ്പ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതാക്കി. പക്ഷെ അത് അത്രത്തോളം ആഴത്തിലായതുകൊണ്ടാണ്. ഞാൻ വണ്ടി മറ്റേ ട്രാവലറിന്റെ അടിയിൽ നിന്ന് എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അതിന്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു എക്സ്ട്രാ തോട്ട് അവിടെ കയറി വന്നു. പക്ഷെ എനിക്ക് ഒരു പൊടിക്ക് ചോര കിട്ടിയില്ല, ഒന്നും പറ്റിയില്ല. അപ്പൊ നമ്മൾ ശരിക്കും അവിടെ നിന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പടച്ചോൻ കാത്തു എന്ന് പറയുന്നത്, മനസ്സറിഞ്ഞ് പറയുന്നത് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തതുകൊണ്ട് മാത്രം. അതല്ല വെച്ചാൽ നമ്മൾ വെറും ആവലാതി മാത്രമാണ്. അവിടെ സാറ് പറയുന്ന പോലെ പാരായം പരിച്ചിലോ അങ്ങനെ
വെറുതെ അങ്ങനെ ഇല്ല ഇങ്ങനെ അങ്ങനത്തെ ഒരു പറച്ചിലിന്റെ ഒരു ആളായിരുന്നു ഞാന്. ഇപ്പൊ അപ്പൊ ഉള്ളതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എനിക്ക് ഉള്ളതിനെ കുറിച്ച് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ടൈമാണ്. ഇല്ലാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണേ ഇല്ല. അത്രയും മിറാക്കിൾസ് സംഭവിച്ചത് മാമിന് ഉള്ളിൽ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. ശരി. ഭയങ്കര മിറാക്കിൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി അമേസിങ്. ആ ഒരു ആക്സിഡന്റിന് വണ്ടിക്ക് മാത്രം പറ്റി, നിങ്ങൾക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി മിറാക്കിൾ. അപ്പം മാമിന്റെ മെന്റർ താഹിറ മാം ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മാമിന്റെ? മാമ് നല്ല ഇതായിരുന്നു. കാരണം ഞാനിപ്പോ ഈ വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് മാമ് വിളിക്കും, എന്നിട്ട് ഇപ്പൊ ഇരിക്കാൻ പറ്റുമോ, പേഴ്സണൽ സിറ്റിംഗ് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ നമുക്ക് ചില സമയത്തൊന്നും പറ്റാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും മാം അത് നമ്മളെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡില് അവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഇതിലെ ഹീലിങ്ങിന് ഇരിക്കുമ്പോ അടുത്തത് ഇപ്പുറത്തോട്ട് വരും. അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഹീൽ ചെയ്യണമെന്നും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വോയിസ് അയച്ചാൽ അതിന് കറക്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നും ഒക്കെ. പിന്നെ ഞാന് മാമിനോട് പറഞ്ഞല്ലേ 5 ദിവസം ലീവ് എടുത്തിരുന്നിട്ട് ഹീൽ ചെയ്തിട്ടുണ്ട്. അത്രയും കൂടുതലായിരുന്നു. എന്നിട്ട് ഒരു 3 മാസത്തോളം എനിക്ക് ഹീൽ ചെയ്യാണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ട് പോലും എനിക്ക് സമയം കിട്ടുമ്പോ കോളേജിൽ ഇരുന്ന് ഉച്ചയ്ക്ക് നിസ്കരിച്ച് കഴിയുമ്പോഴൊക്കെ ഞാൻ ചില സമയങ്ങളിൽ ഹീൽ ചെയ്യും. അത് ശരിക്കും ഹീൽ ചെയ്യാൻ പറഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കരഞ്ഞൊക്കെ പോകും അവിടുന്ന്. പിന്നെ നമ്മൾ പിന്നെ മുഖമൊക്കെ വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വേണം നമ്മൾ പിന്നെ പുറത്ത് ഇറങ്ങാൻ. അല്ലാതെ നമ്മൾ പുറത്തിറങ്ങിയാൽ ശരിക്കും നമ്മൾക്ക് എന്തോ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ കോഴ്സ് കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ മുൻപ് ഒരു തവണ ഇറ്റ്സ് മീ റിയൽമിയിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഫുള്ളി ഹീൽഡ് അല്ല. അന്ന് ഞാൻ ചെയിൻ റിയാക്ഷൻ പോലെ എനിക്ക് കുറെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഹീൽ ചെയ്തിട്ട് വേറെ ദിവസം വരുമെന്ന് ഞാൻ അന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ മീൻസ് അങ്ങനെയല്ല, പക്ഷെ വീണ്ടും എനിക്ക് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി. എനിക്ക് എപ്പോഴും നമുക്ക് കിട്ടിയ, ഞാൻ പറഞ്ഞില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ മാം ഞാനൊന്നും ഈ ഒരു ലെവലിലല്ലേ. ഞാനിപ്പോ വല്ല അസുഖമൊക്കെ പിടിച്ച് വേറെ വല്ല പ്രഷർ, ഷുഗർ അങ്ങനത്തെ കുറെ സാധനങ്ങള് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയി ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കേണ്ട ആളായിരിക്കും. അപ്പൊ ആ ഒരു പഴയ കോഴ്സ് ചെയ്തതിന് മുന്നേ ഉള്ള ഒരു ഉമൈവ മാമും ഇപ്പോഴുള്ള ഉമൈവ മാമും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് എന്നോടുള്ള സെൽഫ് ലവ് തന്നെ. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ ഇവിടുത്തെ അയൺ ലേഡിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മോനെ മദ്രസയിൽ കൊണ്ടുവിടും, വീട്ടിലത്തെ എല്ലാ ജോലി ചെയ്യും. ഞാൻ അപ്പുറത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞ അവിടെ കുറെ ചെടികള്, ഫ്രൂട്ട്സ്, ഒരു ഗാർഡൻ പോലെ കുറെ സാധനങ്ങള്, അതിനെ നനയ്ക്കും. പിന്നെ അതിലെന്തെങ്കിലും വളമിടാണ്ടിച്ചെങ്ക അത്, ഈ ചെടി വെക്കാണ്ടിച്ചെങ്ക കളച്ച്, ഇതൊക്കെ ചെയ്തിട്ട് ഞാന് വീട്ടിലത്തെ ജോലിയും ചെയ്ത് കോളേജിൽ പോകും. കോളേജിൽ നിന്ന് തിരിച്ചു വന്ന് 1 മണിക്കൂർ ഞാൻ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞാൻ ആ പറമ്പിലേക്ക് പോകും. അതിന്റെ കൂട്ടത്തിൽ എൻ്റെ കുട്ടിയുടെ മദ്രസയിലേക്കുള്ള പഠിക്കാനുള്ളത് അവനെ ഹെൽപ്പ് ചെയ്യുന്ന, മോൾക്ക് ഇനി 10th അവൾക്കുള്ള കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും. പക്ഷെ ഈ സമയത്തൊക്കെ ഞാൻ പണ്ടാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും, സാച്ചുറേറ്റഡ് ആവും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാച്ചങ്ങ, നമ്മുടെ ഷാവി സാറ് പറഞ്ഞ പോലെ ഒരു ടു ഡു ലിസ്റ്റ്, ഇന്ന ദിവസം ഇന്ന സമയം. ഇനിയിപ്പോ ഇതില് ഏതിനാണ് കുറയ്ക്കാൻ പറ്റുക? ചെടികൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ വെയില്. അപ്പൊ ഞാൻ അതെന്തായാലും ചെയ്യും. ഇനി അതിന്റെ അപ്പുറത്ത് എനിക്ക് വയ്യ എന്ന് തോന്നിയാൽ ഞാനൊരു കാര്യം, മീൻസ് അത്യാവശ്യമുള്ള കാര്യം ചെയ്യാന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് എന്നെ വേദനിപ്പിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. എല്ലാം ചെയ്യും, എല്ലാം കാമായിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ എനിക്ക് റെസ്റ്റ് വേണം എന്ന് ഫീൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ റെസ്റ്റ് എടുക്കും. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക്. കാരണം ഞാൻ എന്ന വ്യക്തി ഇല്ലാതായതിനു ശേഷം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എനിക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തോ അതാണ് എന്റെ സമാധാനം. അതെന്റെ സമാധാനമായി മാറിയതാണ്. മറ്റേത് പണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, മറ്റുള്ളവർ ഇതാക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ കുറേ ജോലി ചെയ്യും.
കുറേ ജോലി എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുമായിരുന്നു. കാരണം നമ്മൾ എൻഗേജ്ഡ് ആവുമ്പോൾ നമ്മളുടെ തോട്ട്സ് മാറല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ചില സമയത്ത് വീട്ടില് ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയും, ഞാനത് കേൾക്കും, പിന്നെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമുക്ക് അങ്ങനെയല്ല, ഇത് വേണ്ടാത്ത കാര്യങ്ങൾ കേട്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്ന സമയത്ത് അപ്പൊ ഞാൻ മനസ്സിലാക്കും ഞാനാണ് ഷാബ് സാറെ ക്ലാസ് കേട്ടതും ഹീൽ ചെയ്തതും പ്രാക്ടീസ് ചെയ്യുന്നത് ഞാനാ. എന്നിട്ട് അവരെല്ലാം നമ്മൾ കുറ്റം പറയേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി ഏത് പേഴ്സൺ ആയാലും നമ്മൾക്ക് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ചുറ്റിലുള്ളത് കൊണ്ടാണ് നമ്മൾ പോലും എന്ത് ചെയ്യണത്, ജീവിച്ചു പോകുന്നത്. ശരിക്കും നമുക്ക് അവര് ഇന്നലെ സാറിന്റെ ഈവനിങ് ക്ലാസ് മീൻസ് രാത്രിയില് നമ്മുടെ 7:30 ക്ലാസ്സിൽ സാറ് പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട്. ആ വ്യക്തി ഇല്ല എന്നുണ്ടെച്ചാൽ ആ വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് വിഷമാണ്. കല്യാണം കഴിച്ച വിഷമാണ്, സിംഗിളായി നിൽക്കുന്നത് വിഷമാണ്, ഡൈവേഴ്സ് ചെയ്ത വിഷമാണ്, നമ്മുടെ കുട്ടികളിലേക്ക് വിഷമാണ്. ഇതൊക്കെ എന്താണ്, വിഷമങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് വിഷമാണ് അല്ലെ. അപ്പൊ അതിനൊരു റിയാലിറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ക്ലാസ്സില് ബേസിക് ആയിട്ട് വല്ല കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളിൽ കൊടുക്കണം. അവിടെ ഓരോ ഫാമിലിയിലും മിറാക്കിൾ ആയിരിക്കും. ഓരോ ഫാമിലിയിലും മിറാക്കിൾ ആയിരിക്കും. അവരുടെ ജീവിതം, അവരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ എന്തൊരു ഹാപ്പി ആയിരിക്കും അറിയോ. കാരണം റിയാലിറ്റി മനസ്സിലാക്കുകയാണ് നമ്മള്, കുറ്റപ്പെടുത്തല്ല, റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫ്. ആ റിയാലിറ്റി മാമിന് നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നന്നായി ഡിസിപ്ലിൻ പഠിച്ചു അല്ലെ, ഒരു ഡിസിപ്ലിൻ ലൈഫ് പഠിച്ചു, പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചു അല്ലെ. സോ അതൊക്കെ ഒരു ഗ്രേറ്റ് കാര്യങ്ങളാണ്. അപ്പൊ EFT ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നത്, ഞാൻ എല്ലാ ജോലിയൊക്കെ ചെയ്യും, പക്ഷെ കുട്ടികൾ വലിച്ചിട്ടിട്ട് അത് അവരെന്നെ എടുത്തു വെക്കട്ടെ എന്നിട്ട് അവരെ ചീത്ത പറയും. അപ്പൊ അത് അവിടെ കടന്നോട്ടെ. പക്ഷെ അപ്പൊ നമ്മുടെ എൻവിറോൺമെന്റ് അങ്ങനെതായിട്ട് കിടക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ മക്കളോട് ഇന്ന സ്ഥലത്ത് ഇന്നത് വെക്കാൻ പാടുള്ളൂ, ഇന്നത് ചെയ്യണം. ഇപ്പൊ ഞാന് മുന്നിൽ കഴിച്ചാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ ചെപ്പിലിരുന്ന് TV കാണാൻ അവര് നമ്മളെന്താ ചെയ്യണമെന്ന് കാണില്ല. അപ്പൊ ഞാൻ അവരെയും കൂടിയും വിളിക്കും, TV ഒക്കെ ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ തുടക്കുകയാണെന്ന് വെച്ചാൽ ചെറിയ തുണി കൊടുത്തിട്ട് പറയും ജനലിന്റെ സംഭവം തുടക്കി, അല്ലെങ്കിൽ കബോർഡിന്റെ ഇവിടെ തുടക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരവിടെ പോയിരിക്കും. അപ്പൊ മോൻ വന്നിട്ട് ചോദിക്കും ഇനി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കുട്ടികളെയൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലി, ഇപ്പൊ ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഗ്ലാസ്സിലാക്കി കൊടുക്കുമ്പോ ചായ ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും ഗ്ലാസ് കഴുകുന്നതും ഒരു ജോലിയാണ്. അത് അത്രയും ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അത് കിട്ടുള്ളൂ. ഈ കുട്ടികളുടെ മനസ്സിലെ ഇതൊക്കെ ഒരു പണിയാണോ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പൊ ആ ഒരു ഫീലിംഗ് ഒക്കെ മാറ്റിയിട്ട് അവരെയും കൂടി നമ്മള് എന്ത് ചെയ്യാ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലത്തെ സാറിന്റെ ക്ലാസ്സിൽ അത് പറഞ്ഞപ്പോ ഞാൻ അത് അങ്ങോട്ട് കണക്ട് ചെയ്ത് പോയി. ഒരു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ EFT ചെയ്ത സമയത്ത് ഹസ്ബൻഡും മക്കളും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നോ പറയുന്നിടത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണോ, അപ്പൊ എനിക്ക് വിഷമാവണോ എന്നുള്ളത്. അപ്പോ സാറ് പറയുന്നുണ്ടായിരുന്നു അവർക്കും കൂടി അത് ചെയ്യാൻ അവർ കേപ്പബിൾ ആണ്, അതിനവർക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇപ്പൊ മാമ് നോ പറയുമ്പോ സംഭവിക്കുന്നത്. ശരിയാണ്. ഇപ്പൊ അവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. പാത്രം കഴുകുമ്പോ ചായ ഉണ്ടാക്കിയ പാത്രത്തിലെ എല്ലാവർക്കും പോണെങ്കിൽ എങ്ങനെ കഴുകണം എന്ന് അവർക്ക് മനസ്സിലാവണ്ടേ. അതവരുടെ ഫ്യൂച്ചർ ലൈഫില് അവർക്ക് അവരുടെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ശരിക്കും മനസ്സിലാവും. കാരണം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇങ്ങനെ ഒരു ജോലിയാണ്, ജോലി ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ മടിയാണ് ഫീൽ ചെയ്യുക. കുട്ടികൾക്ക് കൂടി പഠിയണല്ലോ, അവർക്കും ഒന്നുമില്ലാത്ത സമയത്തും അവർക്കും ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണ്ടേ. അവരെ ഒരു സെൽഫ് സഫീഷ്യന്റ് ആക്കണം എവിടെ അതെ, പോയാലും. സെൽഫ് സഫിഷ്യന്റ്. അതെ.
ഇപ്പോൾ മാം പറഞ്ഞു, ഇപ്പോൾ ഫാമിലിയിൽ നിങ്ങൾ ഈ ഒരു സ്കൈലർ ലേണിംഗ്സിന്റെ ഒരു മിഷനാണ് ഫാമിലിയിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും EFT കോഴ്സ് പഠിപ്പിക്കണം എന്നുള്ളത്. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാം പറഞ്ഞ പോലെ ആ ഫാമിലി തന്നെ ഒരു ബ്യൂട്ടിഫുൾ എൻവയൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കേൾക്കുന്ന പലരും ഇതിൽ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നവരാണ്. അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട പറഞ്ഞാൽ ഇത് വെറുതെ പറയുന്നല്ലേ. എനിക്ക് സ്കൈലർ ലേണിംഗ് എന്നുള്ളതിലുപരി എനിക്ക് എന്റെ മനസ്സിൽ ഷാഫി ഇൻസ്പയേഴ്സ് ആണ് എന്റെ ഇതിൽ കിടക്കുന്നത്. എനിക്ക് സ്കൈലർ ലേണിംഗ് എന്റെ മൈൻഡിൽ കയറിയിട്ടില്ല. എനിക്ക് ഷാഫി ഇൻസ്പയേഴ്സ് എന്നുള്ള ഒരു അത് എന്ന് പറയുമ്പോൾ ഞാൻ ഇതേപോലെ 2 മാസം വേണോ വേണ്ടേ പറഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാതെ നിന്നത്. ഡിസംബർ 23-നാണ്, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഡിസംബർ 23-നാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത്. അന്ന് ഞാൻ ഈ 10,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കുഴപ്പമില്ല, അത് പോയിക്കോട്ടെ എന്ന് പറയുന്ന അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ഷാഫി സാറിന്റെ ക്ലാസ് അന്ന് ഒക്കെ കറക്റ്റ് ആയിട്ട് കേൾക്കുമ്പോൾ സാറ് പറയും വെറുതെ കൊടുക്കുന്ന ഒന്നിനും വിലയില്ല. സത്യമാണ്, അതിലൊരു സംശയമില്ല. വെറുതെ കിട്ടുന്ന ഒന്നിനും ആ കിട്ടുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അതിന് വിലയില്ല എന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ സിറ്റുവേഷൻ ആണോ, നമ്മൾ ഹോസ്പിറ്റലിൽ മരുന്ന്, ഹോസ്പിറ്റലിൽ പോണത്, ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫീസ്, ഇതിനൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു എമൗണ്ട് നിങ്ങൾ എങ്ങനെങ്കിലും ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കണം പറഞ്ഞാൽ ഞാൻ സാറ് ഇത് മിറാക്കിളാണ് വിശ്വസിക്കണം എന്നാണൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത് വേറെ എന്തെങ്കിലും ടൈപ്പ് സംഭവമായിരിക്കും എന്നൊക്കെയാണ് അന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ മതപരമായ കാര്യങ്ങളിലായാലും ഒന്നിനും ഒരു തരത്തിലും എഫക്ട് ചെയ്യാത്ത ഒരു കോഴ്സാണ് അത്. ഏത് മതത്തിലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അതിന് ഒരു തരത്തിലും അതിനെ എഫക്ട് ചെയ്യുന്നില്ല. ശരിക്കും നമ്മുടെ മൈൻഡും നമ്മുടെ യൂണിവേഴ്സാണ് നമ്മുടെ മീൻസ് ഗോഡും തമ്മിലുള്ള ഒരു ബോണ്ടാണ് അവിടെ ഉണ്ടാക്കി. അത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സൺ എന്താണ് മാം, സ്പിരിച്വലി ആ കണക്ഷൻ കൂട്ടാൻ പറ്റിയോ മാമിന്? അത് പറയണ്ട, അത്രയും അമേസിംഗ് ആണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാന് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ഞാനല്ല. എനിക്കിപ്പോഴാണ് ആ ഒരു കണക്ഷൻ ശരിക്കും ആ കണക്ഷനിലാണ് എനിക്ക് എല്ലാതും കിട്ടുന്നത്. എനിക്ക് വേണ്ടതൊക്കെ കിട്ടുന്നത് ആ ഒരു കണക്ഷനിലൂടെയാണ്. എനിക്ക് വേണ്ട സമാധാനം, സന്തോഷം, ഫിനാൻസ്, ഫുഡ്, എന്ത് വേണോ ഞാൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആ ഒരു ഇതിൽ ആ ഒരു റിലേഷൻ, ആ ഒരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. അതെനിക്ക് നമ്മള് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോ നമ്മൾ സാധാരണ കുട്ടികളാകുമ്പോ ഒരു പ്രാർത്ഥന ഉണ്ട് രാവിലെ എണീറ്റ. ആ പ്രാർത്ഥന വെറുതെ ചെല്ലുന്നുണ്ട്. വെറുതെ ചെല്ലണീനൊരു കൂലിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മനസ്സറിഞ്ഞ് ചെല്ലാനോ പറയാനോ തുടങ്ങുന്നത് ഈ ഒരു കോഴ്സിന് ശേഷം. ആ ഒരു ബോണ്ടിൽ നമുക്ക് കറക്റ്റായിട്ട് മിറാക്കിള് സംഭവിക്കും. അത് ലൈഫില് നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി, കരിയർ, ഫിനാൻസ്, ഹെൽത്ത്, അതിലുപരി നമ്മൾ ആരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ബോധമുണ്ടാവും. നമ്മൾ എന്തിനാ അത് ഈ താഹിറ മാമിന്റെ ഒരു മെഡിറ്റേഷൻ, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് ഞാൻ, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീലിംഗ്, അതൊരു സെൽഫ് ലവിന്റെ ഇത്. ആ ഒരു വേർഡ് അത് ഇത്രയും ഒരു വർഷമായി, ശരിക്കും 1.5 വർഷമാവാനായി. ആ ഒരു വേർഡ്, ആ ഒരു അന്ന് കേട്ട ആ ഒരു വേർഡാണ് ഇപ്പോഴും എന്റെ മനസ്സിങ്ങനെ കൊണ്ട് നടക്കുന്നത്. അവിടെ നമുക്കുള്ള എല്ലാ കുറവുകളും നമ്മളങ്ങോട്ട് ഒന്നുമല്ലാണ്ടാവും നമ്മുടെ മനസ്സില്. കാരണം ആരും പെർഫെക്റ്റ് അല്ല. നമ്മളോട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പല ക്ലാസ്സുകളിലൊക്കെ കേൾക്കുമ്പോൾ ഒരാളും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറവുകളുണ്ട് എന്ന് എല്ലാവരും പറയും. എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ അങ്ങ് ജോയിൻ ചെയ്ത് നമ്മൾ അങ്ങ് വിശ്വസിച്ചാൽ മതി. നമ്മളങ്ങ് വിശ്വസിക്കുക പറഞ്ഞാൽ അതാ ടാപ്പിംഗ് കൂടെ നമ്മൾ
ടാപ്പ് വെറുതെ ഇരിക്കുമ്പോഴല്ല ഞാനിപ്പോ കൂടുതൽ ടാപ്പ് ചെയ്യുന്നേക്കാളും കൂടുതൽ ഞാൻ വിഷ്വലി ടാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കുറച്ചും കൂടി എന്റെ കുറെ കാര്യങ്ങൾക്കത്. പിന്നെ എനിക്ക് തീരെ വിഷ്വലി ടാപ്പിംഗ് പോരാന്ന് പറയുമ്പോഴാണ് ഞാൻ ഫിസിക്കലി ഇത് ചെയ്യുന്നത്. മറ്റേത് മെന്റലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അത് ടാപ്പ് ചെയ്യല്ല, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എടുത്ത് കളയണ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് ജോയിൻ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അത് വീണ്ടും നിങ്ങളോട് സെൽഫ് ലവ് ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടീഷനാണ്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാന്നുള്ളത് തന്നെ, അറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നത് തന്നെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ നന്നായിട്ട് ഹാപ്പിയായി കാമായി സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് ദൈവം എത്തിച്ച ഒരു പ്ലാറ്റ്ഫോമാണത്. അത് ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ഇതാണ്. ഞാൻ അന്ന് നമ്മുടെ EFT ചെയ്യുന്നതിന്റെ മുന്നേ അഭിഷാദ് ഗുരുവായൂരിന്റെ മോട്ടിവേഷന്റെ കുറച്ച് ഇതിങ്ങനെ ഫേസ്ബുക്കിൽ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിങ്ങനെ കാണും, നമുക്കൊരു ഇത് കിട്ടും, എന്തെങ്കിലും ഒരു പക്ഷെ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിനു വേണ്ടിയിട്ട് ഞാൻ സ്ക്രോൾ ചെയ്തിട്ടില്ല. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ സ്ക്രോൾ ചെയ്തിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ സ്ക്രോൾ ചെയ്തതിനു ശേഷം അത് കാണുമ്പോ ജസ്റ്റ് കാണും. അതിൽ കൂടുതൽ എനിക്ക് വേണ്ടി ഞാൻ ഇത് കണ്ടാൽ എനിക്ക് സമാധാനം അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ശരിക്കും ഒരു എനർജി മെഡിസിൻ ആണ്. നമ്മൾ പ്രഷർ, ഷുഗർ, അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ കാലം മരുന്നൊക്കെ കഴിക്കുന്നേക്കും എത്രയോ ബെറ്റർ ആണ്. ബെറ്റർ എന്നല്ല, എനിക്ക് ഇത് മതി. ഐ എം ഇൻലെസ്. നമുക്ക് സ്വന്തത്തിനോട് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് EFT കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ മോട്ടിവേഷനെക്കാട്ടിലും അപ്പുറമാണ് ഈ ഒരു EFT ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ ഒരു നിമിഷത്തില് മാമിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് ആരോടൊക്കെയാണ്? ആദ്യം ഞാൻ എന്റെ റബ്ബിനോട് തന്നെ എന്റെ ദൈവത്തിനോട് തന്നെ നന്ദി പറയാണ്. കാരണം എന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഷാഫി ഇൻസ്പയേഴ്സ് എന്നുള്ളൊരു സംഭവം എന്റെ കണ്ണിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ എന്റെ ഇതിലേക്ക് എത്തിച്ചതിന് എനിക്ക് ഏറ്റവും വലിയ നന്ദിയുണ്ട്. പിന്നെ ഷാഫി സാറ്, നമ്മുടെ അസ്മാ മാം, അതേപോലെ താഹിറ മാമൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫെബിന മാം എന്നല്ലേ മാമിന്റെ പേര്? ഫെബിന മാമിന്റെ സൗണ്ട് ഇല്ലേ, അത് ഒരു നമ്മൾ ആ ഹീലിങ്ങിന് ഇരിക്കുന്ന സമയത്ത് സൗണ്ടില് ഇങ്ങനെ ഹീൽ ചെയ്തിട്ട് അതുകൊണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറും. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് കയറും ആ ഒരു ഹീലിങ്ങിന്റെ ടൈമില്. പിന്നെ ഫെബിന മാം, എല്ലാ മെന്റേഴ്സും, അതേപോലെ ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എന്റെ ഏറ്റവും വലിയതായതുകൊണ്ടാണ് ഞാൻ ശാലിനി മാമിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞത്. ഹാജറ മാം, അപ്പൊ നമുക്ക് എല്ലാവരോടും അതിന് ശരത് സാറൊന്നും വിട്ടുപോകാൻ പാടില്ല. ഇപ്പൊ പുതിയ കുറച്ച് ആൾക്കാരുണ്ട് തോന്നണം, അവര് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന, അതിലേക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്യിച്ചു തന്ന എല്ലാ മാമിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഷാഫി സാറിന് മാത്രമല്ല, സാറ് പറയാറുണ്ട്, സാറ് എന്നുള്ള ഷാഫി ഇൻസ്പയേഴ്സിന്റെ ഇത് സാറാണെങ്കിൽ സാറിന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. അത് നമുക്ക് ഒരാള് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത്, അടുത്ത ആള് സെൽഫ് ലവ് ചെയ്ത്, അടുത്ത ആള് ഫോർഗീവ് ചെയ്യുമ്പോ മിസ് മാമിന്റെ ഫോർഗീവ്നെസ്സിലാണ്. ആ ഫോർഗീവ്നെസ് ഒക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരിതുണ്ടല്ലോ, അവർ ചെയ്തത് തെറ്റല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ പുറത്തു കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, എന്റെ നന്മയ്ക്കും എന്റെ ആരോഗ്യ ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അത് ഓരോരുത്തരുടെയും ഓരോ സെന്റൻസും നമ്മുടെ മൈൻഡിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുക. അത് ഇനി നമ്മൾ മരിച്ചു പോകുമ്പോഴാണ് അത് പോവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയ്ക്കും ഫീലാണ്. ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് വെറുതെ പറയുന്നതല്ല, ശരിക്കും താങ്ക് യു ആണ്. ഇങ്ങനെ ഒരു ഇത് ജീവിതത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇനി പറയണ്ട. പിന്നെ അസ്മാ മാമക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെന്റേഴ്സ്, കാരണം ഞാൻ അതിനോട് എനിക്ക് തന്നല്ല, കാരണം ഓരോ ബാച്ച് വരുമ്പോഴും മെന്റേഴ്സിന് കുറെ സ്റ്റുഡൻസ് വേറെ വരും. അവർക്ക് ഇതാക്കാം, അതിനാണ് കോഴ്സ് കൗൺസിലേഴ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. ഹാജറ മാം, പിന്നെ നമ്മുടെ
മെന്ററുടെ നമ്പർ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ നമ്മുടെ മെന്റർ നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. അല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ മനുഷ്യനാണ്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നമ്മള് മനുഷ്യരാണ്, എന്നും സന്തോഷം മാത്രം വേണം എന്ന് പറഞ്ഞാൽ നടക്കൂല. സങ്കടങ്ങൾ ഉണ്ടാവും. ആ സങ്കടങ്ങൾ വന്ന ആക്സെപ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാൻ പഠിച്ച അത് പെട്ടെന്നൊന്നും കേറൂല. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് അത് സെറ്റായാൽ ജീവിതത്തിൽ ഒരു സമയത്തും നമ്മൾ തളർന്നു പോകില്ല. ഏത് സമയങ്ങളിലും നമ്മളുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ടൂള് കിട്ടി. ഇപ്പൊ മെന്റർ വേണമെന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ ബാച്ചുകള് വരണം EFT ചെയ്തിട്ട് അവർക്ക് അത് നമ്മൾക്ക് ടൂള് തന്നു, നമ്മളത് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കി തന്നു, ഇത് ചെയ്താൽ നിങ്ങൾ സേഫ് ആണ്, നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു ഇത് ആക്കി തന്നാൽ പിന്നെ നമ്മളുടെ പിന്നാലെ ആള് വേണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നിവൃത്തികേട് വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും, അത് നമ്മുടെ സ്കൈലർ ലേണിംഗിൽ ഉണ്ട്. ഹാജറ മാം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ശരത് സാർ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇനിയും കുറെ ആളുകൾ ഹീൽ ചെയ്യപ്പെടാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും നന്മയും ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എല്ലാവർക്കും കിട്ടണം ഈ ഒരു പ്ലാറ്റ്ഫോം. താങ്ക് യു സോ മച്ച് ഉമൈമ മാം. മാമിന്റെ ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വാസ് റിയലി ഹാർട്ട് ടച്ചിങ്. സോ ഇനി ആർക്കെങ്കിലും മാമിന്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഈ ഹീലി ചെയ്യുമ്പോ എഫക്റ്റ് ആവണില്ല, അതെന്താണ്? ഞാനൊരു EFT ചേർന്ന ആളായിരുന്നു. EFT ചേർന്നിട്ട് പക്ഷെ ഹീലിംഗ് ചെയ്യുമ്പോ എഫക്റ്റ് ആയില്ല. അതെന്താ എഫക്റ്റ് ആവാൻ എന്താ ചെയ്യാ? നമ്മള് പറഞ്ഞോട്ടെ മാം. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്, എനിക്കിത് ചെയ്താ പറ്റോ, ശരിയാവോ, പറ്റൂലേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇതാവില്ല. നമ്മൾ അതിലങ്ങ് വിശ്വസിക്കണം. എനിക്ക് മാറാൻ വേണ്ടി, എന്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഞാനതിലും കറക്റ്റ് ഞാൻ ഇപ്പോഴുള്ള കുറച്ച് ഇതിനേക്കാളും ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, എന്റെ മനസ്സും ശരീരവും ആത്മാവും ഞാൻ ഹീലിങ്ങിന് വേണ്ടി വിട്ടു നൽകുന്നു എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയണ്ട, എനിക്ക് ഹീൽ ചെയ്യപ്പെട്ടാൽ മതി. ഞാൻ എങ്ങനെ ഹീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അതിന്റെ സയന്റിഫിക്കലി ഇങ്ങനെ കുറെ ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ബിലീഫ് ഇല്ലാണ്ട് വരും, വിശ്വാസം ഇല്ലാണ്ട് വരും. എന്തായാലും നമുക്ക് ഈ ഭൂമിയില് നമ്മുടെ ദൈവം ജീവൻ തന്നിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായിന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോഴും ശ്വാസം എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അതൊക്കെ ചെയ്തു തരുന്ന ദൈവത്തിനാണ് നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുന്നത്, നമ്മളെങ്ങ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കാം. ഞാൻ ഹീൽ ചെയ്യപ്പെടും, ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മനസ്സും ശരീരവും വിട്ടു നൽകുന്നു, ഞാൻ ഹീൽ ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിനാണ്. അപ്പൊ ഞാൻ ഹീൽ ആവണു എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി, അത് ശരിയാവും. അത് ഒരു ദിവസം ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അത് നമ്മൾ ഞാൻ ഹീലാവും, എനിക്കിത് ചെയ്താൽ എനിക്കിതിൽ മാറ്റം വരും, എന്റെ കൂടെ എന്റെ ഓൾമൈറ്റി ഓൾവേസ് വിത്ത് മീ എന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടി ചെയ്താൽ അത് 100%. അതിൽ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതിൽ തന്നെ എല്ലാ സെന്റൻസും വേണമെന്നില്ല. നമ്മൾ സ്ട്രൈക്ക് ചെയ്ത കുറച്ച് സെന്റൻസുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞാലും മതി. ഓൾമൈറ്റി ഓൾവേസ് വിത്ത് മീ, ഓൾമൈറ്റി എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്ക് വേറെ ഒരു ഇതും വരില്ല. അപ്പൊ ഐ ആം ഹീലിംഗ് ആണ്. അപ്പോ ഐ ആം ഹീലിംഗ്, ഐ ആം റിലാക്സിങ് ആണ്. സാറ് ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്? ഞാനൊരു വർഷത്തിന് മുകളിലായി. നമുക്ക് ഇത്ര വലിയ സപ്പോർട്ടൊന്നും കിട്ടിയതായിട്ട് തോന്നുന്നില്ല. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഇത്ര വലിയ സപ്പോർട്ട് എനിക്ക് ഒരു മാം ഉണ്ടായിരുന്നു, മെന്റർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഹീൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഏകാഗ്രത കിട്ടിയില്ല. ടാപ്പ് ചെയ്താലേ നടക്കുള്ളൂ എന്ന് വെച്ചിട്ട് ടാപ്പ് ചെയ്യും, പക്ഷെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹീലിംഗ് അത്ര എഫക്റ്റ് ആയിരുന്നില്ല. ഇതില് ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാൻ എന്താ വെച്ചാല്,
നിങ്ങൾ ഹീലിംഗ് ഇപ്പൊ ഉമേമ മാം പറഞ്ഞ പോലെ നമ്മൾ ഫുൾ ആയിട്ട് വിട്ട് കൊടുക്കുക, അലൗ ചെയ്യുക, നമ്മൾ മൈൻഡ് ബോഡി സോൾ ഒക്കെ അലൗ ചെയ്യുക. പ്ലസ് ഇതിനൊരു റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യരുത്. റിസൾട്ട് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടൂല. അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ വരുത്തുക. പിന്നെ പ്രാക്ടീസസ് കൺസിസ്റ്റന്റ് ആയിട്ട് മാം പറഞ്ഞ പോലെ തന്നെ നിർത്താതെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉള്ളിൽ, ഞാൻ പറഞ്ഞ പോലെ ഉള്ളിലാണ് ആദ്യം ഫീലിംഗ് വരിക, നമുക്ക് മാറ്റം വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അത് മെല്ലെ പുറത്തെ നമ്മുടെ ഔട്ടർ എൻവയൺമെന്റിലേക്ക് റിഫ്ലക്റ്റ് ആകും. മെല്ലെ മെല്ലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ അവർ ട്രോമ. നമ്മളുടെ ട്രോമയുടെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് റിസൾട്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് കുറച്ച് ടൈം എടുത്തിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞ സംഭവം ഉറപ്പുള്ള കാര്യമാണ്, അത് 100% കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് അത് വരുമോ എനിക്ക് എന്താ വരാത്തത് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൈൻഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ റിസൾട്ട് ഫോക്കസ്ഡ് ആവും. സോ അത് നമുക്ക് കിട്ടില്ല. പകരം നമ്മൾ പ്രാക്ടീസിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മൾ എടുക്കുന്ന സ്മോൾ സ്റ്റെപ്സിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് എത്ര ചെറുതാണെങ്കിലും, ഇപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് തീരെ ടൈം കിട്ടുന്നില്ലെങ്കിലും ജസ്റ്റ് ചെറിയ പ്രാക്ടീസസ്, സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ മെല്ലെ മെല്ലെ ആ ഒരു ഫീലിംഗ് വരും. ഓക്കെ സർ, ക്ലിയർ ആയോ? ഓക്കെ. ടാപ്പ് ചെയ്യുമ്പോ ഏകാഗ്രത കിട്ടാത്തതിന്റെ ഒരു സംഗതി എന്താണ്? നമുക്ക് അല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നിങ്ങനെ വല്ല ആലോചിക്കുമ്പോ അത് കിട്ടുന്നുണ്ട്. പക്ഷെ ടാപ്പ് ചെയ്യുമ്പോ ശ്രദ്ധ ഒക്കെ പോവുകയാണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഇഷ്യൂ ഇല്ല. നിങ്ങൾ ഹീലിംഗ് സെഷനിൽ ജോയിൻ ചെയ്യാറുണ്ടോ? ഇല്ല, ഇപ്പൊ ചെയ്യാറില്ല. അന്ന് ചെയ്തിരുന്നു. കോഴ്സിൽ ചേർന്നാന്ന് ചെയ്തിരുന്നു. ഇപ്പൊ ചെയ്യാറില്ല. കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹീലിംഗ് സെഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫ് ലോങ് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് അത്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യുക. അത് അതെ. പ്രാക്ടീസിലൂടെയാണ് കോൺസെൻട്രേഷന്റെ പ്രോബ്ലം ഒക്കെ റെഡി ആക്കി എടുക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടും, ഫീലിംഗ് കിട്ടും, എല്ലാം വരും. അത് മിസ്സാകാതെ ജോയിൻ ഓക്കെ ചെയ്യായിരുന്നു സർ. ഓക്കെ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി സാറോട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതേപോലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കുറച്ച് കൂടുതൽ ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട്, അതൊരു കുറച്ച് സമയം ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ ബ്രീത്തിലേക്ക് നമ്മുടെ മൈൻഡ് അങ്ങനെ വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതൊന്ന് ചെയ്തു നോക്കൂ. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ഈ ടാപ്പിങ്ങിലേക്ക്, ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കുറച്ച് സമയം ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്ത് തുടങ്ങി. അപ്പൊ കറക്റ്റ് ആവും എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആണ് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് നമ്മുടെ ബോഡി കാമാവും. ഫോക്കസും കൂടുതൽ കിട്ടും. നമ്മൾ ഫോക്കസ് കംപ്ലീറ്റ്ലി ബ്രെത്തിലാവുമ്പോൾ ഫോക്കസ് ഇങ്ങനെ കൂടി കൂടി വരും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് 1 or 2 days ചെയ്തിട്ട് പിന്നെ ഫീലിംഗ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ നമുക്ക് പിന്നെ അത് റിസൾട്ട് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത് സാറേ. ഇടയ്ക്ക് എന്തായാലും ഞാൻ വിഷ്വൽ ടാപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും സാറ് അത് ഒരു ദിവസം ഒരു ഇതെങ്കിലും ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് കളഞ്ഞു നോക്കും, അത് സെറ്റ് ആവും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് എനിക്കത് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കളയരുത്. കാരണം ഇനി ഇതിൽ കൂടുതൽ, ഇതിൽ വേറൊരു സാറ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്പുറത്തൊരു പ്ലാറ്റ്ഫോം ഇതിന് വേറെ ഇങ്ങനെ ഒരു അവയർനെസ്സും ടൂളും കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ കിട്ടിയ സാധനം സാർ ഒരിക്കലും അത് കിട്ടിയില്ല വിചാരിച്ച് കളയണ്ട. സാർ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കുറച്ച് കൂടുതൽ ടൈം ചെയ്തോളൂ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്നുള്ള അത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ സാറ് ടാപ്പ് ചെയ്തോളൂ. സാർക്ക് ശരിയാകും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടച്ച് വിട്ടിട്ടുണ്ട്. ഇനി തുടങ്ങണം. ആ ഹീലിംഗ് സെഷനിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഹീലിംഗ് സെഷനിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീക്കിലി 2 days കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോ ഒരു 1 time ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് ലൈഫ് ലോങ് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ബെനിഫിറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഓക്കെ. ചോദിക്കാനുണ്ടോ? മാം ഞാൻ ചോദിക്കട്ടെ. മാമിന് BP നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഇപ്പൊ നോർമൽ ആയോ? ആ
നോർമലായി. ഇപ്പൊ ഒരു പ്രശ്നമില്ല, എനിക്ക് BP ഇല്ല. ഞാൻ ഇടയ്ക്ക് വീണ്ടും പോയി ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ മരുന്ന് ഞാനതൊരു മരുന്ന് അപ്പൊ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഹൈ ആയി നിൽക്കും, നല്ല തലവേദനയാണ്, അപ്പൊ നമുക്ക് ആ പറ്റില്ല. പക്ഷെ ആ ആ അത് ഇപ്പൊ എനിക്ക് BP ഇല്ല. ഞാൻ 6 മാസം കൂടുമ്പോഴാണ് ഇപ്പൊ BP ഷുഗർ ജസ്റ്റ് നമുക്കൊരു എബോ 40 ആവുമ്പോ നമ്മൾ ചെക്ക് ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യണത്. ഇപ്പൊ ഒരു ഉം, ഉം. പ്രശ്നവും. പിന്നെ എനിക്ക് BP വരുന്നത് പീരിയഡ്സിന്റെ ടൈമിലായിരുന്നു. അതുമില്ല. അതിപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ അല്ല. ഇന്ന് എനിക്ക് തീരെ വയ്യാത്ത, അന്ന് ഞാൻ പറഞ്ഞില്ല മൂഡ് സ്വിംഗ് എന്നുള്ള ഒരു സംഭവം, ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് ഞാനിപ്പോ ആലോചിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ മൂഡ് സ്വിംഗ് ഒന്നും ഇല്ല. ഷുഗർ ഉണ്ടായിരുന്നോ അപ്പോ? ഷുഗർ ഇല്ല മാം, ഷുഗർ ഇല്ല. പക്ഷെ ഓക്കെ. അത് ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ ഫുഡ് മാത്രമല്ല, എല്ലാവരും അരിഭക്ഷണം ഒഴിവാക്കാന്ന് പറയുന്നു. ഫുഡല്ല നമ്മുടെ എല്ലാ ഒരു ഇത്. ഞാൻ നന്നായി ചോറ് കഴിക്കുന്ന ആളാ. നന്നായി. എനിക്ക് ചോറിന് അഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ, അതിപ്പോ ഇവിടെ പറയണമെന്ന് അറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ ഫിനാൻഷ്യലി ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ നമ്മൾ പട്ടിണി കിടന്നിട്ടുള്ള ഒരു എഫക്ട് എന്താന്ന് പറഞ്ഞ, നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും. അന്ന് നോമ്പാണ്, പക്ഷെ ഫുഡ് കഴിക്കാനില്ലാത്തൊരവസ്ഥ, ദിവസങ്ങളോട് ഫുഡ് കഴിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഞാനൊക്കെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്നറിയില്ല, ഇപ്പൊ നമുക്ക് ഉണ്ടായപ്പോ ചോറിനോട് കുറച്ചൊരു ഇത് വരും. മീൻസ് അരിഭക്ഷണം അല്ല, ഭക്ഷണം. ഇപ്പൊ നമ്മൾ ചോറ് നന്നായിട്ട് കഴിക്കും. ചോറ് നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് എന്താണ്, ഞാന് രാവിലെ കഴിക്കില്ല, ഉച്ചയ്ക്ക് കഴിക്കും, 4 മണിക്ക് കോളേജ് വിട്ട് വന്ന ചോറ് കഴിക്കും, പിന്നെ രാത്രിയും കഴിക്കും. ഇപ്പൊ 4 മണി ഇല്ല കേട്ടോ, അത് മാറിക്കോണം. അതൊക്കെ നമ്മുടെ അഡിക്ഷന്റെ ഇതെന്നൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു. അത് നമ്മുടെ ബോഡി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ സെൽഫ് ലവ് ആണ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ വെള്ളം, എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മള് കറക്റ്റ് ആണ്. നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ചോറ് എന്നാലും കഴിക്കുമ്പോൾ നന്നായിട്ട് ചോറ് കഴിക്കും. അപ്പൊ ഭക്ഷണം ഒഴിവാക്കിയാൽ നമുക്ക് ഷുഗർ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പക്ഷെ നമ്മുടെ മൈൻഡിലും നമ്മുടെ ബോഡിയിലും ഉണ്ടാകുന്ന സ്ട്രെസ് തന്നെയാണ് ഈ ഷുഗറും പ്രഷറിനും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അത് ആ ഒരു അവയർനെസ് പ്ലസ് നിങ്ങൾ മാമിന് അങ്ങനെ ഉണ്ടെന്നുണ്ട് ശങ്ക, ഈ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് എക്സസൈസും ചെയ്ത് മൈൻഡ് കാമാക്കിയാൽ മാമിന് ആ സാധനം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഷുഗർ ഇല്ലാത്തൊരു ലെവല് വരും ഉണ്ടെങ്കിൽ. ഇതില് ഓക്കെ മാം, മാമിന്റെ താങ്ക് യു. ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ എല്ലാം നോർമൽ, BP എല്ലാം നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് ഓരോ ഹെൽത്ത് ഇഷ്യൂസിനും അതിൻ്റെതായിട്ടുള്ള റൂട്ട് കോസസ് കിടക്കുന്നുണ്ട്. സോ ആ റൂട്ട് കോസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോകുന്ന നോർമൽ ആയി പോകും. BP ആയാലും ഷുഗർ ആയാലും അതിനൊക്കെ ഓരോ റൂട്ട് കോസ് ഉണ്ട്. അത് കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെന്റേഴ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ ലൈഫുമായിട്ട് അത് റിലേറ്റഡ് ആയിരിക്കും. സോ അത് എടുത്തിട്ട് ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഉള്ള എല്ലാ ഇഷ്യൂസും അത് നോർമൽ ആകും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നേരത്തെ ചോദിച്ച ആൾ തന്നെയാണ്. ഇനി ഇവിടെ അങ്ങോട്ട് തുടർന്ന് പോയാലും ക്ലിയർ ആവോ? ശരിക്കും സാറത് വിട്ടുകളയണ്ട. മാം മെന്ററാണ്. അങ്ങനെ ഒരു ഫീലിങ്ങിന് സാറ് മെന്റർ അങ്ങനെ പറയുന്നെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ സ്കൈലറിന്റെ ആളാണ് എന്നുള്ളത് കൊണ്ട് മാം പറയുന്നു വിചാരിക്കേണ്ട. സാറ് അത് കറക്റ്റ് ആയിട്ട് സാറ് 1 മാസം കറക്റ്റ് മെഡിറ്റേഷൻ ചെയ്ത് 1 ദിവസം 1 ടാപ്പിങ്ങും ചെയ്താൽ 2ാമത്തെ മാസം സാർക്ക് ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫീൽ ചെയ്യും. ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഫസ്റ്റ് 3 ക്ലാസ്സിൽ പറഞ്ഞത് എന്റെ 10,000 പോയിന്ന് ഫസ്റ്റ് തുടങ്ങുമ്പോ. പക്ഷെ കറക്റ്റ് മിറാക്കിൾ ആണ്, ശരിക്കും മിറാക്കിൾ ആണ്. സാർക്ക് അത് നമുക്ക് ആ എനർജി അടക്കം ഫീൽ ചെയ്യാൻ പറ്റും. ചെറിയ ബോളല്ല, വലിയ ബോള്. അത് വിടാൻ തോന്നൂല ചില സമയത്ത്. അതൊക്കെ വിട്ടാ പോയില്ലെന്ന് തോന്നും, അത്രയ്ക്ക് എനർജി ഫീൽ ചെയ്യും. ശരിക്കും സാർ കാലിൽ നിന്ന് തല വരെ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യും. അത് എന്ത് നമ്മൾ അത്രക്കാവും ഹീലിങ്ങില്. സാറത് കളയണ്ട. സാറത് റിപ്പീറ്റ് മീൻസ് കണ്ടിന്യൂ ചെയ്തോളൂ. സാറായിട്ട് വോയിസ് റെക്കോർഡറൊക്കെ ഉണ്ടാവും. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് സാറ് കുറച്ചെങ്കിലും ചെയ്തോളൂ, സെറ്റ് ആവും, ഒരു ഡൗട്ടും ഇല്ല. സാറിന്റെ പേരെന്താണ്? പേര് മുബാറക്ക്. മുബാറക്ക്. ഏത് ബാച്ചിലായിരുന്നു? ബാച്ചിന് നമ്പർ ഓർമ്മല്ല,
വർഷത്തോളമായി ഇപ്പൊ ഇത് കോഴ്സ് കഴിഞ്ഞിട്ട്. ഓക്കെ സർ, CC ആരായിരുന്നു? സബിന മാം. ഷബ്ന. അത് മെൻറ്റർ CC കണക്ട് ചെയ്തിരുന്നോ? വേറെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഓക്കെ. മെഡിറ്റേഷന്റെ ലിങ്ക് കിട്ടുന്ന ഗ്രൂപ്പിലുണ്ടോ? സാറിന് മെഡിറ്റേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ്? ഇപ്പോ എന്താ ഷാഫി ഇൻസ്പയർസ് ഉണ്ട്, EFT, വേറെ 2-3 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പുകളുണ്ട്, അതിനൊക്കെ ലിങ്ക് വരലുണ്ട്. ഓക്കെ. മെഡിറ്റേഷൻ ഇപ്പൊ ശരിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിലത്തെ അഡ്മിൻ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മാം അഡ്വാൻസ് ചെയ്തിരുന്നു ഉമ്മേമ മാം? അഡ്വാൻസ് ചെയ്യണം എനിക്ക്. ഈ വരുന്നുണ്ട്, അടുത്ത മാസം വരുന്നുണ്ട്. സോ മാക്സിമം അതും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതല്ലാതെ തന്നെ ഞാൻ ഹൈ ലെവലിലാണ്. ഹൈ ആണ്, അതാണ് എന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത്. ഫീലിംഗ് എന്നല്ല, അങ്ങനെയാണ്. പക്ഷെ അഡ്വാൻസ് പറയുമ്പോ അതിലും വലിയ ഇതാണെന്ന് പറയുമ്പോ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി എന്റെ അടുത്തൊരു ഇതാണ്, അത് എനിക്ക് ഇതുകൊണ്ട് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടല്ല. ഞാന് ഒന്നും പറയല്ല, എനിക്ക് എന്റെ ജീവിതം എന്ന് പറയുന്നതില് എൻവിറോൺമെന്റ് എന്തായിക്കോട്ടെ, പേഴ്സൺ ടു പേഴ്സൺ എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും എന്റെ തോട്ട് പ്രോസസ് ആണ് ഇതിന് കാരണമെന്നും പറഞ്ഞ് എന്റെ എനർജി പോസിറ്റീവ് ആക്കാനുള്ള ടൂൾ എന്റെ കയ്യിലുണ്ട്. അപ്പം അഡ്വാൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അടുത്തൊരു അഡ്വാൻസിന് ഇതാക്കണമെന്ന്. പക്ഷെ അഡ്വാൻസിലേക്ക് ഞാൻ വരാത്തതിന്റെ കാരണം അതാണ്. ഈ ഒരു ഇതിൽ തന്നെ ഞാൻ അത്രയും ഹൈ ആണ്. ഇത് ഈ ഒരു ഹൈ എനർജിയിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ എന്ന് പറയുന്നത്, നമുക്ക് എനർജി ചാർട്ട് പഠിച്ചിരുന്നല്ലോ, അത് ഏറ്റവും ടോപ്പിലേക്ക് എത്തും. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടേണ്ട ഒരു ഫീലിംഗ് ആണ്. സോ ട്രൈ ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ മാം ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്കും ഒരു ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ വെരി എന്താ പറയാ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഉമൈമ മാം. ആൻഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ിനും നിങ്ങളെ ഇത്രയും പേരോട് സംസാരിക്കാൻ പറ്റിയതിനും എല്ലാത്തിനും. ഇനി എന്റെ വേർഡ്സ് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തില് സക്സസും ഹാപ്പിനെസ്സും എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അത് നിർബന്ധമാണ്. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് വേണ്ടാത്തൊരവസ്ഥയ്ക്ക് എത്തും. അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മെന്റലി നമുക്കത് ടാപ്പ് ചെയ്ത് പോവാം. മെന്റലി ഫുള്ളായിട്ട് ടാപ്പ് അല്ല, പക്ഷെ ഹീൽ ചെയ്യാം നമുക്ക് എന്നുള്ളൊരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിനും ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച ദൈവത്തിനും ഒരുപാട് നന്ദി. പിന്നെ എന്നെ ഇത്ര നേരം ക്ഷമിച്ച് കേട്ടിരുന്ന ഇവിടെയുള്ള സ്കൈലർ ലേണിംഗിന്റെ അവർക്കും ഒരുപാട് നന്ദി. കാരണം ഞാൻ ടീച്ചറാണ്. ഞാൻ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആദ്യം എന്നോട് അയാൾ ചോദിക്കാൻ നിങ്ങൾ ടീച്ചറാണെന്നാണ്. കാരണം കുറെ പറയുണ്ടാവും. ഒരു ചോദ്യം ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നീ തന്നു പറഞ്ഞ പോലെ ഒരു ചോദ്യത്തിന് കുറെ ആൻസർ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവാത്തൊരവസ്ഥയിൽ ഞാൻ പറയുന്നു. അതെന്താന്നുള്ളത് അറിയില്ല. ഞാൻ ചില സമയത്ത് അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽക്കും. അത് എന്തായാലും എന്നെ കേട്ടിരുന്ന് ക്ഷമയോടെ കേട്ടിരുന്ന ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. മാമിന്റെ ആ പ്രസന്റേഷൻ സ്റ്റൈൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. എല്ലാവരും ഫീൽ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ.
ഇവിടെയുള്ള എല്ലാവർക്കും ഇതേപോലെ പറയാൻ പറ്റണം. കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇറ്റ്സ് മീ റിയൽമിയിൽ നിങ്ങൾക്കുള്ള മാറ്റം അത് പറയാനുള്ള ഒരു കോൺഫിഡൻസും കൂടി ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും ഇതേപോലെ ഇതേപോലെയല്ല ഇതിൽ കൂടുതൽ നന്നായിട്ട് പറയാനും നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. രാവിലെ തന്നെ നല്ലൊരു എനർജി തന്നതിന് ഒമേഗ മാമിന് സ്പെഷ്യൽ താങ്ക്സ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മാം.